നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പിനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം. AICC നിരീക്ഷകൻ സച്ചിൻ പൈലറ്റും സംഘവും ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട്. കനയ്യകുമാർ, ഇമ്രാൻ പ്രതാപ് ഗഡി, കർണാടക മന്ത്രി KG ജോർജ് എന്നിവരും സംഘത്തിലുണ്ട്. KPCC നേതൃയോഗങ്ങളും ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. റഹീസ് റഷീദ് വിവരങ്ങളുമായി ചേരുന്ന. റഹീസ, എന്തായാലും നേതൃത്വം കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇതുവരെ നടത്തിയ കാര്യങ്ങളടക്കം നേതൃത്വത്തോട് വിശദീകരിക്കേണ്ടി വരും. ഏത് രീതിയിലാണ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ? അശ്വതി, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്ന് പറയാം. ഏറ്റവും അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്നതൊഴിച്ചുള്ള മുന്നോടിയായി നടത്തേണ്ട എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു. ഇന്ന് സച്ചിൻ പൈലറ്റിന്റെ നേതൃത്വത്തിലുള്ള AICCയുടെ ഒരു ടീം തന്നെ കേരളത്തിലേക്ക് വരുന്നു. ഏതൊക്കെ തരത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയെന്ന് സംസ്ഥാനത്തെ നേതാക്കൾ വിശദീകരിക്കും. അതിനുശേഷം ഹൈക്കമാൻഡിനായി എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് സംസ്ഥാന നേതാക്കളെ അവർ അറിയിക്കുകയും ചെയ്യും. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് പ്രചാരണ സമിതിയും മാനിഫെസ്റ്റോ കമ്മിറ്റിയും. അതിൻ്റെ ഒരു ആദ്യ യോഗം ഇന്ന് 12 മണിക്ക് KPCC ആസ്ഥാനത്ത് ചേരുന്നുണ്ട്. അതിൻ്റെ അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയും വൈസ് ചെയർമാൻ ശശി തരൂരും കൺവീനർ ഷാഫി പറമ്പിലുമാണ്. ഒപ്പം MPമാരും MLAമാരും അടക്കമുള്ള 10 അംഗ ഒരു കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിൽ ചുക്കാൻ പിടിക്കുക. ഏതൊക്കെ തരത്തിൽ പ്രചരണം നടത്തണമെന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചർച്ചയാകും. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് KPCCയുടെ വിപുലമായ നേതൃയോഗവും വിളിച്ചിട്ടുണ്ട്. അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകും. KPCC നേതൃയോഗത്തിന് മുന്നോടിയായി പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്നലെ കൊച്ചിയിൽ കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ശരി, റഹീസ് റഷീദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. തിരക്കിട്ട ചർച്ചകളിലേക്ക് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കടക്കുകയാണ്. ദേശീയ നേതൃത്വത്തിന്റെ പ്രതിനിധികൾ വരാൻ പോകുന്നു. അതുപോലെ പ്രചാരണ സമിതി അടക്കം ഇന്ന് യോഗം ചേരാൻ പോകുന്നു. അങ്ങനെ തിരക്കിട്ട കൂടിയാലോചനകളിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്.